അഞ്ചാം ദിനവും പശ്ചിമേഷ്യ കലാപ കലുഷിതമാണ്. ഒമാനിൽ വീണ്ടും സ്ഫോടനമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. മസ്കറ്റിൽ കപ്പലിന് സമീപത്താണ് സ്ഫോടനമുണ്ടായത്. ജീവനക്കാർക്ക് പരിക്കില്ല. ദുബായ് US കോൺസുലേറ്റിന് സമീപം ഡ്രോൺ ആക്രമണമുണ്ടായി. ഇറാനിൽ കൊല്ലപ്പെട്ട പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനിയുടെ സംസ്കാരം ഇറാൻ നഗരമായ മഷാദിൽ നടക്കുമെന്നാണ് വിവരം. സായ് കുമാർ നൽകും വിശദാംശങ്ങൾ. സായ്, ഇപ്പോൾ ഗൾഫ് മേഖലയിലാണ് ആക്രമണം ഉണ്ടാകുന്നതെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ ഒമാനിൽ ഉണ്ടാകുന്നു, വീണ്ടും സ്ഫോടനമുണ്ടെന്ന റിപ്പോർട്ടുകൾ വരുന്നു. മസ്കറ്റിലും സ്ഫോടനം ഉണ്ടാകുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നു. ആർക്കും പരിക്കില്ല എന്നത് ആശ്വാസകരമാണെങ്കിൽ കൂടി ഗൾഫ് മേഖലയിലെ ആക്രമണം അത് തുടരെ ഉണ്ടാകുന്നത് ആശങ്കാജനകമാണ്. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് സായ്? കീർത്തനാര്യ, ഇന്നിപ്പോൾ 5ാം ദിവസമായിരിക്കുന്നു ഇറാന്റെയും ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ഭാഗത്ത് നിന്ന് പരസ്പരാക്രമണങ്ങൾ ഉണ്ടായിട്ട്. താരതമ്യേന ശക്തി കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോഴും പലയിടങ്ങളിലും ഇറാന്റെ ഭാഗത്ത് നിന്നുള്ള പ്രകോപനവും ആക്രമണവും തുടരുകയാണ്. ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം US കോൺസുലേറ്റുകൾക്ക് നേരെ, ഗൾഫിലെ US കോൺസുലേറ്റുകൾക്ക് നേരെയാണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്. ഏറ്റവും ഒടുവിൽ ദുബായിലെ കോൺസുലേറ്റിന് നേരെയാണ്, അൽഷീഫിലെ കോൺസുലേറ്റിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഏകദേശം ഇന്ത്യൻ സമയം പുലർച്ചെ 1 മണിയോടുകൂടിയാണ് ആ സംഭവം ഉണ്ടായത്. ആർക്കും പരിക്കില്ല. വളരെ പെട്ടെന്ന് തന്നെ ഈ ആക്രമണങ്ങളെ നിർവീര്യമാക്കാൻ അതാത് രാജ്യങ്ങളിലെ പ്രതിരോധ സേനകൾക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അന്തർദേശീയ മാധ്യമങ്ങൾ നൽകുന്നത് ഒമാനിൽ ഒരു കപ്പലിനടുത്ത് ആക്രമണം ഉണ്ടായി എന്നുള്ളതാണ്. അതും നിർവീര്യമാക്കാൻ കഴിഞ്ഞു. കപ്പലിന് ജീവനക്കാർക്ക് ആർക്കും തന്നെ പരിക്കും ഇല്ല. സൗദിയും ഇന്നിപ്പോൾ ഇത് വിലയിരുത്തുന്നുണ്ട്. ഗൾഫ് രാഷ്ട്രങ്ങളെല്ലാം അവിടുത്തെ സ്ഥിതിഗതികൾ ഓരോ ദിവസവും വിലയിരുത്തുന്നുണ്ട്. സൗദിയുടെ ഭാഗത്ത് നിന്ന് ശക്തമായിട്ടുള്ളൊരു മുന്നറിയിപ്പ് ഇപ്പോൾ ഇറാന് വരികയാണ്. തങ്ങൾക്ക് പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട്. ആ ഒരു പ്രതിരോധത്തിലേക്ക് കൂടുതൽ ശക്തമായി തങ്ങൾ കടക്കും. ഇനിയും തങ്ങളുടെ മണ്ണിൽ കയറിയുള്ള ആക്രമണം നടത്തിയാൽ എന്നുള്ള ശക്തമായ മുന്നറിയിപ്പ് സൗദി മന്ത്രിസഭാ യോഗം ചേർന്ന് തന്നെ ഇറാനെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത്തരം മുന്നറിയിപ്പുകൾ ആവർത്തിച്ച് കിട്ടിയിട്ടും അമേരിക്കൻ കോൺസുലേറ്റുകൾക്ക് നേരെയുള്ള ആക്രമണം തുടരും എന്ന് തന്നെയാണ് ഇറാൻ ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നത്. അമേരിക്ക ഇപ്പോൾ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ഇറാൻ്റെ ഭാഗത്ത് നിന്നുള്ള ആക്രമണം ഇനി അധികനാൾ തുടരില്ല. അവരുടെ ആയുധശക്തി ഏകദേശം തീരാറായി എന്നുള്ളതാണ് അമേരിക്കൻ സൈനിക വൃത്തങ്ങൾ ഇപ്പോൾ നൽകുന്നത്. ഏകദേശം 500-ലധികം ബാലിസ്റ്റിക് മിസൈലുകളും 2000-ലധികം ഡ്രോണുകളും ഇതിനോടകം തന്നെ അവർ പ്രയോഗിച്ചു കഴിഞ്ഞു. പക്ഷേ അതുകൊണ്ടൊന്നും ഒരു ആഘാതവും ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അവരുടെ ആയുധ സമ്പത്ത് തന്നെ ഏകദേശം നശിക്കാറായി എന്നുള്ളൊരു വിലയിരുത്തലാണ് ഇപ്പോൾ അമേരിക്ക പങ്കുവയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് രാജ്യങ്ങൾ, ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇപ്പോൾ വ്യോമപാതയൊക്കെ പതിയെ തുറന്നു വരുന്ന സാഹചര്യത്തിൽ കൂടുതൽ വിമാനങ്ങൾ അയച്ചുകൊണ്ട് അവിടെ നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളുകളെ കൊണ്ടുവരാനുള്ള നീക്കം. ഇന്ന് മാത്രം ഇന്ത്യയിൽ നിന്ന് ഏകദേശം 58 വിമാന സർവീസുകൾ നടത്തുമെന്നാണ് ഇപ്പോൾ വ്യോമയാന മന്ത്രാലയം തന്നെ പറയുകയും ചെയ്യുന്നത്. ഇപ്പോൾ രാവിലെ കൊച്ചിയിലേക്കടക്കം രാവിലെ വിമാനങ്ങൾ വരികയും ചെയ്യുന്നു. അതുകൊണ്ട് വ്യോമ ഗതാഗതമൊക്കെ സാധാരണ നിലയിലേക്ക് വരികയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇറാൻ ഇപ്പോഴും പറയുന്നത് തങ്ങളുടെ ഭാഗത്ത് നിന്ന് അതിശക്തമായിട്ടുള്ള ആക്രമണം ഉണ്ടാകും എന്ന് തന്നെയാണ്. അതാണ് സായ് കുമാർ. കഴിഞ്ഞ ദിവസവും ട്രംപ് പറഞ്ഞത് നമുക്കറിയാം, ആക്രമണം തുടരും. 2-3 ആഴ്ചകൾ കൂടി ആക്രമണം തുടരാൻ തന്നെയാണ് അമേരിക്കയുടെ തീരുമാനം എന്നുള്ളതാണ്. അതേസമയം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം നമുക്കറിയാം. ചെകുത്താന്മാരോട് ഒരു ചർച്ചയ്ക്കും തങ്ങളും ഇല്ല എന്നുള്ള നിലപാട് ഇറാനും സ്വീകരിക്കുകയാണ്. അപ്പോൾ കലുഷിതമായി തന്നെ ഈ സാഹചര്യം സംഘർഷഭരിതമായി തന്നെ തുടരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതിപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ കൂടി ഇറാനെതിരായിട്ടുള്ള ശക്തമായ നടപടിയും തീരുമാനങ്ങളും നിലപാടുകളായി മുന്നോട്ട് വരുമ്പോൾ ഏത് തരത്തിൽ ഇനി ഈ സംഘർഷം മുന്നോട്ട് നീങ്ങുമെന്നുള്ള വലിയ ആശങ്കയുണ്ട്. ഇപ്പോൾ തന്നെ ഈ ഹോർമൂസ് കടലിടുക്കൊക്കെ അടച്ച സാഹചര്യത്തിൽ ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ ഈ സംഘർഷ സാഹചര്യം എത്രത്തോളം ദുഷ്കരമായി ബാധിച്ചിട്ടുണ്ട് എന്നുള്ള വലിയ ആശങ്കയും നമുക്ക് മുന്നിലില്ലേ? തീർച്ചയായും ആഗോള സമ്പദ് വ്യവസ്ഥയിൽ പ്രത്യേകിച്ച് എണ്ണ വിലയിലടക്കം ഒരു വലിയ വർധനവ് ഇതിങ്ങനെ തുടർന്ന് പോവുകയാണെങ്കിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് ഇത് എത്രയും വേഗം അവസാനിപ്പിക്കണം എന്ന ഒരു ആവശ്യം ഇപ്പോൾ പല രാജ്യങ്ങളും ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഒരു മധ്യസ്ഥ ശ്രമം കാര്യമായി വിഷയത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗൾഫ് രാജ്യങ്ങളാണ് കഴിഞ്ഞ നാളുകളിലൊക്കെ മധ്യസ്ഥ ശ്രമം നടത്തിയത്. ഇപ്പോൾ ചർച്ചയുടെ ടേബിളിലേക്ക് ഈ വിഷയം കൊണ്ടുവരണം എന്നിപ്പോൾ ഗൾഫ് രാഷ്ട്രങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അവർ അതിന് നേരിട്ട് മുന്നിട്ടിറങ്ങാത്തൊരു സാഹചര്യം എന്നുള്ളത് അവരുടെ മണ്ണിൽ പോലും കയറി ഇറാൻ നടത്തുന്ന ആക്രമണം തന്നെയാണ്. അതുകൊണ്ട് അത് അവസാനിപ്പിക്കാതെ ഒരു ചർച്ചയുടെ ടേബിളിലേക്ക് ഈ വിഷയം എത്തും എന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമൈനി, അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ അദ്ദേഹത്തിന്റെ ജന്മനാട് കൂടിയായ മിഷാദിൽ നടക്കും എന്നൊരു റിപ്പോർട്ട് ഇപ്പോൾ ഇറാൻ മാധ്യമങ്ങൾ തന്നെ നൽകുന്നുണ്ട്. അതിവൈകാരികമായിരിക്കും അവിടെയുള്ള ചടങ്ങുകൾ. എപ്പോഴായിരിക്കും ആ ചടങ്ങുകൾ എന്ന്
തീരുമാനമായിട്ടില്ല. എന്തായാലും റിഷാദിൽ തന്നെ ആയിരിക്കും സംസ്കാര ചടങ്ങുകൾ എന്ന ഒരു വിവരം കൂടി വരികയും ചെയ്യുന്നുണ്ട്. ശരി, എന്തായാലും 5ാം ദിനവും കലാപ കലുഷിതമാണ് പശ്ചിമേഷ്യ. ആക്രമണം തുടരുകയാണ്. ഗൾഫ് മേഖലകൾ അടക്കം ആക്രമണം ഉണ്ടാകുന്നത് വലിയ തരത്തിലുള്ള ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. അതേസമയം സായികുമാർ സൂചിപ്പിച്ച പോലെ ആയത്തുള്ള അലി ഖമനിയുടെ സംസ്കാരം ഇന്ന് മഷാദിൽ നടക്കുമെന്നുള്ള വിവരങ്ങളും പുറത്തുവരുന്നു.